ഭൂട്ടാൻ വാഹന കേസിലെ തുടരന്വേഷണത്തിൽ ഭയമില്ലെന്ന് നടൻ അമിത് ചക്കാലക്കൽ. കസ്റ്റംസ് ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കി. കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടേത് അനുഭാവപൂർണമായ സമീപനം. ആദ്യഘട്ടത്തിൽ കേസിനെ കുറിച്ച് നല്ല ഭയമായിരുന്നു. ഇപ്പോൾ തനിക്ക് പേടിക്കാനൊന്നുമില്ലെന്നും അമിത് ചക്കാലക്കൽ 24-നോട് പറഞ്ഞു. ഞാൻ 100% സഹകരിക്കാതെ ഞാൻ ഈ ലോകത്ത് ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും ഞാൻ? കാര്യം അത് ഈ വാഹനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എന്ത് സാധനം വരുന്നതിനും അൾട്ടിമേറ്റ് ജഡ്ജിങ് ബോഡി അവരാണ്. അപ്പോൾ എനിക്കറിയാത്ത കുറേ തെറ്റുകളുണ്ടായിരുന്നു, എനിക്കറിയാത്ത ഞാൻ ധരിച്ചിരുന്ന കുറേ മണ്ടത്തരങ്ങളുണ്ടായിരുന്നു. അത് അവരുടെ അടുത്ത് ചെന്ന് ഒരു പ്രാവശ്യം പെട്ട് കഴിയുമ്പോഴാണ് കറക്റ്റായിട്ട് പറയുമ്പോൾ നമ്മളും ചിന്തിക്കുന്നത് ശരിയാണല്ലോ എന്ന്. സോ ദേ ഗൈഡഡ് മീ. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാം, അല്ലെങ്കിൽ പഴയ ഓണേഴ്സിൻ്റെ അടുത്ത് നിന്നുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുക്കാം. പക്ഷേ അവർക്ക് വേണ്ട അതല്ല. അവർക്ക് വേണ്ടത് ഇന്ത്യയിലോട്ട് വന്നേക്കുന്നതിൻ്റെ എൻട്രി ഡോക്യുമെൻ്റ് കാര്യങ്ങളാണ്. ഭൂട്ടാൻ വെഹിക്കിൾസ് ഈ വർഷങ്ങളല്ലേ ഇമ്പോർട്ടഡ് ആയത്, അല്ലെങ്കിൽ ഇത് കള്ളക്കടത്തിയത്. എൻ്റെ വർഷം ഇത്ര വർഷം മുമ്പുണ്ടല്ലോ. അപ്പോൾ അവർ ചോദിച്ചാൽ അന്നും കള്ളക്കടത്തിയെ കൊണ്ടുവന്നേ നല്ലതെന്നുള്ളതിന് എന്താ തെളിവ്? അപ്പോൾ അതാണ് ഈ എൻട്രി ഡോക്യുമെൻ്റ്. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിഷ്ണു, അമിത് ചക്കാലക്കൽ ആത്മവിശ്വാസത്തിലാണ്. കാരണം അമിത്തിന്റെ കൈവശമുള്ള, അമിത്തിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനം സംബന്ധിച്ച് എല്ലാ രേഖകളും ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ കസ്റ്റംസ് അമിത്തിന്റെ ഗ്യാരേജിൽ ഉണ്ടായിരുന്ന മറ്റു വാഹനങ്ങളെ കൂടി, അത് വന്ന വഴി കൂടിയാണല്ലോ അന്വേഷിക്കുന്നത്. ആ കാര്യത്തിൽ അമിത്തിന് പ്രത്യേകിച്ച് ബാധ്യതയുണ്ടോ? ഇത് വന്ന വഴി പറയാൻ, അല്ലെങ്കിൽ ഇത്തരം വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അത് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ആളുകൾ വിദഗ്ധ ഉപദേശം തേടുന്ന ഒരാൾ കൂടിയാണ് അമിത് ചക്കാലക്കൽ. നടൻ എന്നതിലുപരി ഈ മേഖലയിൽ കുറെ കാലമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ. അമിത് പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. കാരണം അമിത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത് ഒരു വാഹനമാണ്. അത് 1999 മുതൽ ഇന്ത്യയിലുള്ള വാഹനമാണ്. കഴിഞ്ഞ 5 വർഷമായി അമിത് ഉപയോഗിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊക്കെ തന്റെ പക്കലുണ്ട് എന്ന ആത്മവിശ്വാസമാണ് അമിത് പ്രകടിപ്പിക്കുന്നത്. ഒപ്പം നേരത്തെ 6 മാസം മുൻപ് കസ്റ്റംസ് ഇതേ രീതിയിൽ ഒരു പരിശോധന നടത്തുകയും അമിത്തിനോട് രേഖകൾ ഹാജരാക്കാൻ പറയുകയും ഒക്കെ ചെയ്തതാണ്. അതിൽ പ്രകാരം രേഖകളൊക്കെ ഹാജരാക്കിയിരുന്നു. ഒപ്പം ഇപ്പോൾ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് അമിത്തിന്റെ കെയർ ഓഫിൽ വന്ന ഏകദേശം 6ഓളം വരുന്ന വാഹനങ്ങൾ ഗ്യാരേജിൽ നിന്ന് കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ആ രേഖകൾ കൂടി ഹാജരാക്കേണ്ട ചുമതല നിലവിൽ അമിത്തിനാണ്. അപ്പോൾ ആ വാഹനങ്ങൾക്ക് എന്ത് രേഖകളാണ് ഉള്ളത് എന്നൊരു ചോദ്യമായി അവിടെ നിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് അമിത്തിന് സംശയനിഴലിൽ കസ്റ്റംസ് നിർത്താനുള്ള പ്രധാനപ്പെട്ട കാര്യവും. അതിൻ്റെ രേഖകൾ കൂടി ലഭിച്ച ശേഷം മാത്രമേ അമിത്തിന് ഒരു ക്ലീൻ ചീറ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയുള്ളൂ. അമിത് പറയുന്നതനുസരിച്ച് ആ വാഹനങ്ങൾക്കും കൃത്യമായ രേഖകളുണ്ട്. അത് തൻ്റെ സുഹൃത്തുക്കളുടെ വാഹനങ്ങളാണ്. തനിക്ക് ഈ വാഹനം ഓൾട്ടറേഷനുമായി ബന്ധപ്പെട്ട്, നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ ആദ്യഘട്ടം മുതൽ തന്നെ താൻ അതിൽ ഒരുപാട് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അവർ തൻ്റെ പക്കൽ ഏൽപ്പിച്ച വാഹനങ്ങളാണ്. അതല്ലാതെ തനിക്ക് ആ വാഹനങ്ങളുമായി ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. എന്നാൽ പോലും കസ്റ്റംസ് പറഞ്ഞതനുസരിച്ച് തൻ്റെ കെയർ ഓഫിൽ വന്ന വാഹനം ആയതനുസരിച്ച് അതിൻ്റെ രേഖകളൊക്കെ ഹാജരാക്കാൻ താൻ ബാധ്യസ്ഥനാണ്. അതിൻ്റെ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. താൻ മനഃപൂർവ്വമായി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ അറിയാതെ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം. അതുമായി ബന്ധപ്പെട്ട ഇനി ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കും എന്നാണ് അമിത് പറയുന്നത്. പക്ഷേ കസ്റ്റംസ് ഇപ്പോഴും അമിത്തിനെ സംശയനിഴലിൽ നിർത്തുകയാണ്. പ്രത്യേകിച്ച് ഈ കോയമ്പത്തൂർ സംഘവുമായി ബന്ധപ്പെട്ടൊക്കെ അമിത്തിന് ബന്ധമുണ്ട് എന്നുള്ളതാണ് കസ്റ്റംസ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. അതിലേക്ക് ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് പോകും. 150 മുതൽ 200 വാഹനം വരെയാണ് കേരളത്തിലേക്ക് ഈ ഭൂട്ടാൻ വാഹന കടത്തുമായി ബന്ധപ്പെട്ട് എത്തിയെന്നാണ് നിലവിൽ കസ്റ്റംസിന്റെ വിലയിരുത്തൽ. അതിൽ 38 മാത്രം പിടിച്ചെടുക്കാനാണ് ഇതുവരെ കസ്റ്റംസിന് ആയിട്ടുള്ളത്. ആ പിടിച്ചെടുത്ത 38 ഇത് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാനും കസ്റ്റംസിന് ആയിട്ടില്ല. കൂടുതൽ വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള നടപടിയിലേക്ക് കസ്റ്റംസ് കടക്കുകയാണ്. 3 ദിവസം കൂടി ആ പരിശോധന തുടരുമെന്ന് ലഭ്യമാകുന്നു. ശക്തമായൊരു അന്വേഷണത്തിലേക്ക് പോകുന്നു. കോടികളുടെ നികുതി വെട്ടിപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് പ്രധാനികളിലേക്ക് എത്താൻ കസ്റ്റംസ് ശ്രമിക്കുന്നുണ്ട്. കസ്റ്റംസിനെ സംബന്ധിച്ച് ഒരു പിടിവള്ളിയായി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു ഫസ്റ്റ് ഓണർ കാറാണ്. കുണ്ടന്നൂരിൽ നിന്ന് പിടിച്ചെടുത്ത ലാൻഡ് ക്രൂയിസർ. അത് മൂവാറ്റുപുഴ സ്വദേശിയാണ്. അയാളോട് നിന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അയാളിൽ നിന്ന് പ്രധാനപ്പെട്ട ലീഡ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിക്കും എന്നാണ് കസ്റ്റംസിന്റെ പ്രതീക്ഷ. ഗോകുൽ. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇത്തരത്തിൽ നികുതി വെട്ടിച്ചെത്തിച്ച കാറുകളെ സംബന്ധിച്ചുള്ള അന്വേഷണവും പരിശോധനയും തുടരുകയാണ്. ഇന്ന് ഏതായാലും മൂവാറ്റുപുഴ സ്വദേശിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ കാറിലാണ് ഏറ്റവും അധികം സംശയം, ദുരൂഹത കസ്റ്റംസിന് ഇപ്പോൾ ഉള്ളതും. അമിത് ചക്കാലക്കലടക്കം നടൻ അമിത് പറയുന്നത് തന്റെ പക്കലുള്ള വാഹനത്തിൽ പൂർണ്ണ ആത്മവിശ്വാസം, അതിന്റെ രേഖകളുണ്ട് എന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.